ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. എതിർദിശയിൽ വന്ന ഒരു വാഹനം കളക്ടർ സഞ്ചരിച്ച വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. വാഹനം തലകീഴായി മറിഞ്ഞിരുന്നു. വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത്. അതിൽ നിന്ന് അത്ഭുതകരമായിട്ടാണ് കളക്ടർ പ്രേംകൃഷ്ണൻ രക്ഷപ്പെട്ടത്. ഇപ്പോൾ കളക്ടർ 24 ചേരുകയാണ്. അതിന്റെ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തരത്തിൽ ഭയം ഉണ്ടാകുന്നുണ്ട്. എന്തായിരുന്നു ഒരു അനുഭവം? ഞങ്ങളൊരു ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ ശേഷം തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ലൈനിൽ കൂടെ വണ്ടി പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയുള്ളത് ഒരു 2-3 വണ്ടി നമ്മുടെ എതിർദിശയിൽ വരുന്നുണ്ട്. അപ്പോൾ എതിർദിശയിൽ വരുന്ന ആ 3 വണ്ടിയുടെ പുറകിൽ നിന്നാണ് ഒരു ഇന്നോവ വളരെ സ്പീഡിൽ മുന്നേക്ക് വരികയാണ്. അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഇന്നോവ ബ്രേക്ക് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 3 വണ്ടിയും ഓവർടേക്ക് ചെയ്യാനാണ് ഇന്നോവ നോക്കുന്നത്. അപ്പോൾ വളരെ വാഹനം അടുത്തെത്തുന്നു എന്ന് കണ്ടപ്പോൾ എൻ്റെ ഡ്രൈവർ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്തത്. വളരെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കിയിട്ടും ഈ വണ്ടി ബ്രേക്ക് ചെയ്യാതെ നേരെ വന്ന് നമ്മുടെ വണ്ടിയുടെ സൈഡിലിടിക്കുകയായിരുന്നു. സൈഡിലിടിച്ച ശേഷം എനിക്ക് തോന്നുന്നു പിന്നിലത്തെ ടയറിലിടിച്ചോടുകൂടിയാണ് വണ്ടി തലകീഴായി മറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം പിന്നീട് ഒരു നിമിഷ നേരം കൊണ്ട് വണ്ടി മൊത്തം മറിഞ്ഞു, തലകീഴായി മറിഞ്ഞു. പിന്നെ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് ഞങ്ങൾ 3 പേരും സീൽ ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് വേറെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഒന്ന് ബോധം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെൻസിലേക്ക് വന്നപ്പോൾ ഞാൻ ഉടനെ തന്നെ എൻ്റെ ഗൺമാനോട് തിരക്കിയപ്പോൾ ഗൺമാനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഡോറ് തുറന്നപ്പോൾ ഓടിക്കൂടിയ ആൾക്കാരെല്ലാം ചേർന്ന് ഞങ്ങളെ പുറത്തെടുക്കുകയാണ് ചെയ്തത്. ഒരു അത്ഭുതകരമായ രക്ഷപ്പെടൽ, ഒരു ഭാഗ്യം കൊണ്ട്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് മറ്റു കുഴപ്പങ്ങളൊന്നും കൂടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പറയാൻ തോന്നുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സീറ്റ് ബെൽറ്റ് ആണ്. സീറ്റ് ബെൽറ്റ് സാധാരണ നമ്മൾ ഡ്രൈവർ ഇടാറുണ്ട്. മറ്റു പല ആളുകൾ ഇടാൻ മടിക്കുന്നൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ്. പക്ഷേ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് തന്നെ ഈ വണ്ടി തലകീഴായി മറിഞ്ഞെങ്കിലും ഞങ്ങൾ അതേ പൊസിഷനിൽ തന്നെയാണ് എല്ലാവരും ഇരുന്നത്. പിന്നെ ഞങ്ങളുടെ ബാക്കി ദേഹം ഒന്നും വേറെ എങ്ങും പോയി ഇടിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ്, വലിയ അപകടമാണ് സംഭവിച്ചത്. പക്ഷേ അതിൽ നിന്ന് മറ്റു ഗുരുതരമായിട്ടുള്ള പരിക്കൊന്നും ഏൽക്കാതെ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും ഗൺമാനും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ എതിർദിശയിൽ വന്ന വാഹനം അങ്ങേയറ്റം വലിയ വേഗതയിലായിരുന്നു. അങ്ങനെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കളക്ടർ നൽകുന്നുണ്ട്. ജീവൻ വെച്ച് കളിക്കരുത്, ഇത്തരം അപകടങ്ങൾ നമുക്ക് നിരന്തരം എപ്പോഴും സംഭവിക്കാം, പക്ഷേ ചെന്ന അപകടത്തിൽ ചാടരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കളക്ടർ നൽകുന്നത്. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന് അനുഭവമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ 24 പങ്കുവച്ചത്. ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.